ആണുങ്ങൾക്ക് കരയാൻ പാടില്ലേ? ഇല്ല. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാം, എന്നാൽ പുരാതന ചൈനയിൽ ഇതൊക്കെ വലിയ കുറ്റങ്ങളാണ്. അതിനുള്ള ശിക്ഷയും അതികഠിനമായിരുന്നു. ഇന്ന് നാം തികച്ചും നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് പോലും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള കഠിനമായ ശിക്ഷാവിധികളായിരുന്നു ഉണ്ടായിരുന്നത്. സാമൂഹിക അച്ചടക്കവും ഭരണാധികാരിയോടുള്ള വിശ്വാസ്യതയും നിലനിർത്താൻ ക്യൂൻ സൂയി രാജവംശങ്ങളുടെ കാലത്ത് നടപ്പിലാക്കിയ ഈ വിചിത്രമായ നിയമങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ നോക്കാം. കരഞ്ഞാൽ മീശ വടിക്കണം. ക്യൂൻ രാജവംശത്തിന്റെ ഭരണകാലത്ത് പ്രായപൂർത്തിയായ പുരുഷന്മാർ പരസ്യമായി കരയുന്നത് കഠിനമായ കുറ്റമായിരുന്നു. കണ്ണീർ പുരുഷന്മാരുടെ ബലഹീനതയെ കാണിക്കുന്നുവെന്നും അത് അവരുടെ വീര്യത്തിന് മങ്ങലേൽക്കുമെന്നും ഭരണാധികാരികൾ വിശ്വസിച്ചു. നിയമം ലംഘിച്ച് കരയുന്ന പുരുഷന്മാരുടെ മീശയും താടിയും പുരികവും പൂർണ്ണമായും വടിച്ചു കളയലായിരുന്നു ശിക്ഷ. മോശം കൈശ്വരത്തിന് മഷി കുടിപ്പിക്കൽ എന്ന ആചാരവും ചൈനയിലുണ്ടായിരുന്നു. സൂയി രാജവംശത്തിന്റെ ഭരണകാലത്താണ് സിവിൽ സർവീസ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. സാധാരണക്കാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥനാകാനുള്ള വലിയൊരു അവസരമായിരുന്നു ഇത്. എന്നാൽ പരീക്ഷാ പേപ്പറിലെ വൃത്തിയുള്ള കൈയക്ഷരം ചക്രവർത്തിയോടുള്ള ബഹുമാനത്തിന്റെ അടയാളമായാണ് കണ്ടിരുന്നത്. കൈയക്ഷരം മോശമായാൽ ശിക്ഷ എന്താണെന്നല്ലേ പരീക്ഷാ പേപ്പർ നോക്കുന്ന ഉദ്യോഗസ്ഥർ ഉദ്യോഗാർത്ഥിയെ കൊണ്ട് മഷി കുടിപ്പിക്കുമായിരുന്നു. ഇത് മാത്രമല്ല, മറ്റ് ചില കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ ഇതിലും ക്രൂരമായിരുന്നു. കുറ്റവാളിയുടെ മുഖത്ത് പച്ചകുത്തുക, ശരീരഭാഗങ്ങൾ വെട്ടിമാറ്റുക, പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുക തുടങ്ങിയ കഠിനമായ ശിക്ഷാവിധികളെക്കുറിച്ചും പുരാതന ചൈനീസ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. മിക്ക ശിക്ഷകളും കുറ്റവാളികളെ ശാരീരികമായി വേദനിപ്പിക്കാൻ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് മുന്നിൽ അവരെ അപമാനിതരാക്കാൻ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ശിക്ഷാരീതികൾ നിർത്തലാക്കപ്പെട്ടുവെങ്കിലും ഇന്നത്തെ നിയമവ്യവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവ ഇന്നും ആളുകളിൽ വലിയ അത്ഭുതവും അതേസമയം കൗതുകവും ഉണർത്തുന്നു.